കച്ചവടം കച്ചവടം ഓണത്തിനിടയ്ക്ക് മുട്ട് കച്ചവടം. സങ്കടങ്ങൾ മറന്നിട്ടു ചിരിക്കാൻ നമുക്കുണ്ടു മിമിക്രി എന്നൊരു കല നാട്ടിൽ. ഓണനാളിങ്ങടുത്തെന്നു പലരും അറിയുന്നതിപ്പോൾ നല്ല കോമഡി തൻ പേരിൽ. ഇന്നു നാട്ടിൽ നടക്കണതെല്ലാം നർമ്മത്തിൽ ചാലിച്ചു മർമ്മത്തു കൊടുത്തിടുമ്പോ കുറിക്കു കൊണ്ടു വിളറുന്നു ചില കൂട്ടർ. ഇതൊക്കെ കണ്ടു ചിരിക്കുന്നു ജനക്കൂട്ടം. കുറിക്കു കൊണ്ടു വിളറുന്നു ചില കൂട്ടർ. ഇതൊക്കെ കണ്ടു ചിരിക്കുന്നു ജനക്കൂട്ടം. തിളങ്ങുന്ന താരത്തെ കണ്ട ഡ്യൂപ്പായി ഫിഗറിട്ടു ചെയ്ത നാളത്തെ തിരക്കുള്ള താരമായി സ്ക്രീനിലെത്താൻ മിമിക്രി എന്നൊരു കല തിരുത്തി കുറിച്ച കഥയാ. മിമിക്രി കണ്ടു ചിരിക്കുന്ന ജനമെന്നും മനസ്സുകൊണ്ടു നേരുന്ന ആശംസ. പലവിധ ദുരിതങ്ങൾ മൂലം ജീവിതം ജനത്തിനു ഭാരം. ആ ഭാരമൊന്നു കുറയ്ക്കുവാനുണ്ടേ ഇന്ന് ചിരിയുടെ മരുന്നതു മാത്രം. പൊതുജന ഹൃദയത്തെ രസിപ്പിക്കും മിമിക്രിയുണ്ട്. അതിശയിച്ചതില്ലയിച്ചുറക്കെ ഉറക്കെ ചിരിക്കാം. മിമിക്രി കണ്ടു ചിരിക്കുന്ന ജനമെന്നും മനസ്സുകൊണ്ടു നേരുന്ന ആശംസ. നമസ്കാരം, ന്യൂസ് റൗണ്ട്സിലേക്ക് സ്വാഗതം. ഇത്തവണ ഓണത്തിന് മുൻ കേരള മഹാരാജാവ് ശ്രീ മഹാബലി തിരുമേനി കേരളത്തിലേക്ക് വരുന്നില്ലെന്ന് CNI റിപ്പോർട്ട്. പുലികളിയും തുമ്പിതുള്ളലും തിരുവാതിരയുമായി മഹാബലിയെ എതിരേൽക്കാൻ കാത്തുനിന്ന മലയാളികൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുന്ന റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ ലേഖകൻ അഭിലാഷ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നും ഞങ്ങളോടൊപ്പം ചേരുന്നു. അഭിലാഷ്, മാവേലി ഇക്കുറി ഓണത്തിന് എത്തില്ല എന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട്. എന്താണ് അതിന് കാരണം? അല്ലെങ്കിൽ എന്തായിരിക്കും മാവേലിയുടെ ഉദ്ദേശം? അതല്ലെങ്കിൽ മഹാബലി എന്തുകൊണ്ടായിരിക്കും വരാത്തത്? അഭിലാഷ് കേൾക്കാമോ? അഭിലാഷ് കേൾക്കാമോ? അഭിലാഷ് കേൾക്കാമോ? ശരിക്കും കേൾക്കാം. പറയൂ അഭിലാഷ്. തന്റെ ബഹളം കഴിഞ്ഞിട്ട് തുടങ്ങാലെന്ന് വെച്ചിട്ടാ. തുടങ്ങിക്കോട്ടെ. പറയൂ അഭിലാഷ്. ഭരത്, ഈ അടുത്ത കാലത്ത് മലയാളികളെ ഞെട്ടിപ്പിക്കുകയും ലോകത്തിന് മുന്നിൽ മലയാളികളെ നാണം കെടുത്തുകയും ചെയ്ത പറവൂർ കോതമംഗലം സ്ത്രീപീഡന കഥകളുടെയും മറ്റ് അക്രമ അഴിമതി രാഷ്ട്രീയ കഥകളുടെയും വാർത്തകൾ കേട്ടറിഞ്ഞ മഹാബലി തമ്പുരാൻ കേരളത്തെ നാശോന്മുഖമാക്കിയ രാഷ്ട്രീയ കക്ഷികളുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ഇത്തവണ കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് തീരുമാനിച്ചത്. ഇതിനെതിരെ പ്രതിപക്ഷ നിയമസഭാ ബഹിഷ്കരണവും മറ്റ് സമരപരിപാടികളും ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി പത്രസമ്മേളനത്തിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. സാർ, ഇത്തവണ മാവേലി കേരളത്തിലേക്ക് വരില്ല എന്നാണ് പറയുന്നത്. എന്താണ് സാറിന്റെ അഭിപ്രായം? വരില്ല, വരില്ല,
എങ്ങനെ വരാനാ? ഭരണം മാറിയില്ലേ, കേരളം മാറിയില്ലേ, പീഡനക്കാരന്മാരും അഴിമതിക്കാരന്മാരുമുള്ള മന്ത്രിസഭയല്ലേ ഇവിടെ ഭരിക്കുന്നത്. പിന്നെ എങ്ങനെ മാവേലി വരും? സാറിന്റെ മകനെ കുറിച്ചുണ്ടല്ലോ അഴിമതി ആരോപണങ്ങൾ, അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? തൊമ്മന്റെ കാര്യം പറയുമ്പോൾ അത് പറഞ്ഞാൽ മതി. എന്തിനാണോ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം? അല്ലെങ്കിലും നിങ്ങൾ പത്രക്കാർ ഞങ്ങൾ രാഷ്ട്രീയക്കാരെ കുറിച്ച് വിവരക്കേടേ എഴുതൂ. സാറേ, നിങ്ങൾ പറയുന്നതല്ലേ ഞങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. സാർ, ഈ മന്ത്രിസഭയുടെ കാലത്ത് മാവേലി വരാതിരിക്കുന്നത് ഭരണപരാജയമായിട്ടല്ലേ കാണുന്നത്? സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. സന്തോഷം കൊണ്ട് ഞാനൊരു പാട്ട് പാടാം. എല്ലിമൂളം കാടുകളിൽ അല്ലലലം പാടി വരും കാറ്റേ കാറ്റേ. സാറേ, കാറ്റെന്നല്ലോ, തെന്നലേ എന്നല്ലേ? അതു കയ്യിലിരിക്കട്ടെ. അവരുടെ നേതാവ് തെന്നലെ ബൂസ്റ്റ് ചെയ്യാൻ എന്നെ കിട്ടില്ല. ലാൽ സലാം. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തോട് മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. മനഃപൂർവ്വം ഈ സർക്കാരിനെ കരിവരുത്തേക്കാൻ വേണ്ടി പ്രതിപക്ഷം കളിക്കുന്ന തരികിട കളിയാണിത്. അഥവാ മാവേലി വന്നില്ലെങ്കിൽ ഈ സർക്കാർ എന്ത് വില കൊടുത്തും ഓണ സമ്മാനമായി കൊടുക്കുന്ന 1 രൂപ അരിക്കൊപ്പം കാർഡ് ഒന്നിന് APL BPL വ്യത്യാസമില്ലാതെ ഓരോ കുടുംബത്തിനും ഓരോ മാവേലി വെച്ച് കൊടുക്കും. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഇതിന് ഫണ്ട് അനുവദിപ്പിക്കാനും ഉടൻ തന്നെ ഞങ്ങൾ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിൽ യാത്ര തിരിക്കുകയാണ്. പോകാൻ വരട്ടെ. എന്തെങ്കിലും കേൾക്കുമ്പോ തന്നെ വിമാനം പിടിച്ച് ഡൽഹിക്ക് പറക്കാൻ വരട്ടെ. 2 കോൺഗ്രസ് നേതാവായി ഞാൻ ചില ബുദ്ധി ഉപദേശിച്ചു തരാം. തന്റെ മകനെ മാവേലിയാക്കാനായിരിക്കും പ്ലാൻ. ഓ, താൻ വന്നോ? താൻ വല്ല കള്ളക്കേസ് കൊടുക്കുന്നു പേടിച്ചായിരിക്കും മാവേലി പോലും കേരളത്തിലേക്ക് വരാത്തത്. ഓ, താൻ വലിയൊരു പാലയില മാണിക്യം. തർക്കിച്ചു നിൽക്കാതെ അതിനൊരു പരിഹാരം പറ. മാവേലി ഇല്ലെങ്കിൽ നമുക്കുണ്ടാക്കണം. ഇത് നമ്മുടെ പ്രസ്റ്റേജിന്റെ പ്രശ്നമാണ്. എങ്ങനെ ഉണ്ടാക്കും? അതിനല്ലേ ശാസ്ത്രം. ശാസ്ത്രം ഉള്ളിടത്തോളം കാലം ഒന്നിനും ഒരു പഞ്ഞുമില്ല. അതെങ്ങനെ? ഇപ്പൊ ക്ലോണിംഗ്, ടെസ്റ്റ് ട്യൂബിങ്ങിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഈ കമ്പ്യൂട്ടർ യുഗത്തില് പുതിയൊരു മാവേലിക്ക് ഒരു പഞ്ഞുമില്ല. അതെ, കമ്പ്യൂട്ടർ എന്തിനാ? മാവേലി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി തുടങ്ങുകയാണെങ്കിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഒരു തൊഴിലാകുമല്ലോ. എന്നിട്ട് വേണോ സമരവും ബഹളവും നടത്തി ഉള്ള ഓണം ഇല്ലാണ്ടാക്കാൻ? നിർത്തേ. മാവേലിയുടെ കാര്യം ശാസ്ത്രത്തിന് വിട്. ഒരു പുതിയ മാവേലിയെ ഉണ്ടാക്കിയിട്ട് ശാസ്ത്രം വിജയിക്കട്ടെ. അലക്ക് മാത്രമുള്ളോ? കുളിയില്ലേ? വെയിറ്റ് ചെയ്യാം. ചുമ്മാ ഇരിക്കല്ലേ, ഒരു പരീക്ഷ നടത്തി കളയാം. ഉള്ള സാധനം മുഴുവൻ ഇവിടെ ഉണ്ട്. ഇത്തിരി പഞ്ചസാരയും ചായപ്പൊടി ഇവിടെ ഇല്ല. ഇത്തിരി കട്ടൻ ചായ ഇളപ്പിച്ച് കുടിക്കാന്ന് വെച്ചാ എന്ത് ലാഭാണിത്? ഇതുകൊണ്ടൊരു ലാഭവും ഇല്ല. എന്ത് പോകേണ്ടത്? വാട്ട് ആർ യു ടോക്കിംഗ് മിസ്റ്റർ പെരേര? 100 ലീവാണെന്നറിയില്ലേ? ആ യുറിക്ക അല്ല, പിന്നെ? യുറിക്ക കണ്ടുപിടിച്ചെന്ന്. ഓഹോ, ഇത് കണ്ടുപിടിച്ചോ? അല്ല, പുതിയൊരു മഹാബലിയെ വികസിപ്പിച്ചെടുക്കാൻ നമ്മൾ 2 ശാസ്ത്രജ്ഞന്മാരെയും ഗവൺമെന്റ് നിയോഗിച്ചിട്ട് ഇന്നേക്ക് 4 ദിവസം കഴിഞ്ഞു. മിസ്റ്റർ പെരേര, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? നോ ഐഡിയ. പെരേര, എന്നാൽ എനിക്ക് കിട്ടി. രജനീകാന്തിന്റെ യന്ത്രൻ എന്ന സിനിമയിലെ പോലെ മഹാബലിയുടെ ഷേപ്പുള്ള റോബോട്ടിനെ നമ്മൾ ഉണ്ടാക്കുന്നു. ഗുഡ് ഐഡിയ വില്യംസ്. വണ്ടർഫുൾ. നീ വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ബട്ട് ഇതെങ്ങനെ ഉണ്ടാക്കും? വഴിയുണ്ട്. നമ്മൾ യന്ത്രൻ സിനിമയുടെ CD കാണുന്നു. അതിൽ റോബോട്ടിനെ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ മാവേലിയുടെ ഒരു കോമഡി CD വാങ്ങുന്നു. അത് നോക്കി അതുപോലെ ഒരു മാവേലിയെ നമ്മൾ ഉണ്ടാക്കുന്നു. ഓഹോ, ഓക്കെ, കൊള്ളാം. വെരി ഗുഡ് വില്യംസ്. താങ്ക് യു. എങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം. അതെന്താ, മാർക്കറ്റിൽ റോബോട്ടിന്റെ സ്പെയർ പാർട്സ് ഉണ്ട്? സില്ലി ബോയ്, അതല്ല. മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി, പലവ്യഞ്ജനം, അരി, തേങ്ങ, മാങ്ങ. എന്തുകൊണ്ട് തേങ്ങ? അതല്ല, ഇന്ന് സാറ്റർഡേ അല്ലേ? അതിന്? അപ്പോൾ ഇവിടെയുള്ള ശാസ്ത്രജ്ഞന്മാർക്കെല്ലാം കഞ്ഞിയും കറിയും വെച്ചു കൊടുക്കേണ്ടത് ഇന്ന് എന്റെ ഡ്യൂട്ടിയാണ്. വാട്ട് യു മീൻ? നോ മീൻ, ഒൺലി സാമ്പാർ. ആദ്യം റോബോട്ട്, എന്നിട്ട് മതി സാമ്പാർ. ഓക്കെ മിസ്റ്റർ വില്യംസ്. യെസ് പെരേര. നമുക്ക് പരീക്ഷണം തുടങ്ങാം. തുടങ്ങാം. ലെറ്റ്സ് ഗോ. ഈ തരം തന്നെ. അപ്പൊ ഹെഡിന്റെ കാര്യം ഓക്കെ.
പുതിയ ഇത് നമ്മൾ വെക്കുന്നു. ഇത് വയർ. ഗുഡ് വയർ വെച്ച് കഴിഞ്ഞാൽ ഇനി വേണ്ട എന്താ വെച്ചാൽ അളവ് കറക്റ്റ് നോക്കി. കഴുത്തടി. ഇത് ഞാനൊരു സാധനം വെച്ചിട്ട് കാണുന്നില്ലൂടെ. നോക്കി ആ വയർ ന്യൂട്രാണ് നോക്കണേ. ഞാൻ ന്യൂട്രലിൽ തന്നെ അടുത്ത് ഗുഡ്. സൂട്ട് കേസ് എടുത്ത് അവിടെ ഇരിക്കട്ടെ. ചാർജർ. അതാണ് ചാർജർ. എന്താണ് ഈ കാണിക്കല്ലേ? ഇത് വെച്ചോളൂ. ഇത് വെച്ചോളൂ. ഇനി മഹാബലിയുടെ ഇത് വാടക എടുത്തുള്ള കത്തിപ്പോയാൽ ഇരട്ടി കാശ് കൊടുക്കില്ല കേട്ടോ. ദൈവമേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇതാണ് സാധനം. അവിടെ കൊടുത്തോ. കുത്തിക്കോ. You play. Put in the socket. Yeah. നോക്കി കൊടുക്ക്. പൊട്ടിത്തെറിച്ചില്ല. കോസ്റ്റ്യൂംസ് ഇടും റോബർട്ടിന്. ഒരു വാഴലയും കൂടി വേണ്ടതായിരുന്നു അല്ലേ? പ്രാന്തായോ? 99% നമ്മൾ വിജയിച്ചിരിക്കുന്നു. ഇനിയുള്ള 1% Take the remote. Yes. Yes, I will. Count down. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. വട്ടപൂജ്യം. ഇനി എങ്ങോട്ടെങ്കിലും പോണതിന് മുമ്പ് റിവൈൻഡ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി നമ്മളൊരു സാധനം വികസിപ്പിച്ചെടുത്ത് വിജയിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് തന്നെയല്ലേ നേരത്തെ ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് പറയേണ്ട കാര്യമുണ്ടോ? ലുക്ക് മിസ്റ്റർ വില്യംസ്, ഞാനൊരു പേരെടുത്ത ശാസ്ത്രജ്ഞനാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ അതിനും പോയി. ഏതിന്? അല്ല, പേരെടുക്കാൻ. പേരെടുക്കാനല്ല, പേരെടുത്ത ശാസ്ത്രജ്ഞൻ. ഓ, പേര്. നീ വില്യം, ഞാൻ പെരേര. ശാസ്ത്ര ലോകത്ത് നമുക്ക് ഈ പേരല്ലാതെ എന്ത് മണ്ണാങ്കട്ടെ ഉള്ളത്? എടാ, ഡെയിലി 325 കഞ്ഞിയും ചമ്മന്തിയും ചായയും കടിയൊക്കെ കിട്ടണല്ലേ? ഇതിലും ഭേദം വല്ല വാർക്കപ്പടിക്ക് പോകായിരുന്നു. പൊറോട്ട ഇറച്ചിയും കിട്ടും, വൈകുന്നേരം ആകുമ്പോ കയ്യിൽ ഒരു 500 രൂപയും കിട്ടും. നീ നേരത്തെ യുറീക്ക എന്ന് പറയണ്ടല്ലോ, അതെന്താണ്? ഓ, എനിക്കൊരു ഐഡിയ. നമുക്ക് ഈ മാവേലിയെ വെച്ചൊരു കളി കളിച്ചാലോ? തൊങ്ങിത്തൊട്ട് കളിക്കാനാ? അല്ല. പിന്നെ അത്താഘോഷത്തിന് പ്രശ്നത്തിന് മത്സരിപ്പിക്കാനാ? നോ. പിന്നെ കടറ മുമ്പിൽ കൊണ്ടേ നിർത്താനാ? അല്ല. പിന്നെ നമുക്ക് ഈ മാവേലിയെ വെച്ച് കുറച്ച് ക്യാഷ് ഉണ്ടാക്കാം. എങ്ങനെ? ലുക്ക് മിസ്റ്റർ വില്യംസ്, കഴിഞ്ഞ മാസം അമേരിക്കയിൽ നിന്ന് എന്റെ ഫ്രണ്ട് മിസ്റ്റർ റൊണാൾഡോ അമേരിക്കയിൽ നിന്ന് നമ്മുടെ പരീക്ഷണശാല സന്ദർശിക്കാൻ വന്നല്ലോ. അയാൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു ചീപ്പ് എനിക്ക് സമ്മാനമായിട്ട് തന്നു, ഓർക്കുന്നില്ലേ? ചീപ്പല്ല, ചിപ്പ്. ഉണ്ടായില്ല. ക്രൂവൽ മെന്റാലിറ്റി ചിപ്പ്. ഇത് മനുഷ്യന്റെ തലച്ചോറിൽ വെച്ച് പിടിപ്പിച്ചാൽ അയാൾ ക്രൂരനായി മാറുന്നൊരു തരം വൈൽഡ് ചിപ്പ്. ഇത് നമുക്ക് ഈ മാവേലിയുടെ തലയിൽ ഫിറ്റ് ചെയ്യാം. അതോടെ നാട്ടുകാർക്ക് മാവേലി ഒരു വയ്യാവേലിയാകും. അതായിക്കോട്ടെ. കൊള്ളയൊക്കെ നടത്തി പണം നമ്മുടെ കൈക്കലാവുമല്ലോ. അത് മറ്റാരും അറിയാതെ നമ്മൾ സ്വന്തമാക്കുന്നു. മഹാവേലിയാണ് തെറ്റിദ്ധരിച്ച് പോലീസ് കേസെടുക്കേയില്ല. എങ്ങനെയുണ്ട് എന്റെ ബ്രെയിൻ? ഈ മാവേലിയെ വെച്ച് നമ്മൾ ശരിക്കും ഒരു കളി കളിക്കും.